ഹായ് ഹലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്കെൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ്, എനിക്ക് സർപ്രൈസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിലിരിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. Happy birthday to you. Happy birthday to you, dear Ardi. Happy birthday to you. എനിക്ക് ഫ്രണ്ട് അയ്യോ ബ്ലാക്ക് വീഡിയോ കോളേ മനസ്സിലായില്ല. എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഒരു കേക്ക് മുറിക്കും അതൊട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തല്ല. Happy birthday to you. How much love? ഇതിലും കൂടി കാണിക്കാം. എന്തിട്ട് മനസ്സിലാവാണ്ട് കേക്ക് മേടിച്ചു, മുറിച്ചു, രാവിലെ പോയി കാണിച്ചു, എന്നിട്ട് കേക്ക് ഇവിടെ വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ 12 മണിക്ക് വിളിക്കാട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയും അനിയനും കൂടെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പൊട്ടിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നിട്ട് ഞാൻ പൊട്ടിക്കുന്നത്. കൊറിയർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ ബോക്സിലായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചേക്കണമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഗിഫ്റ്റ് കിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കൊറിയർ വരുമ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ കരുതി ഞാൻ മീഷോന്ന് വരെ അത് ഓർഡർ ചെയ്തിട്ട് വന്നതിൻ്റെ ആയിരിക്കും. ആ ഒരു ഇതിലാണ് ഞാൻ പോയത്. ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് വേറൊരു സംഭവമാണെന്ന് അറിയുന്നത്. പിന്നെ അതിൽ അനിയൻ്റെ നമ്പറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് എനിക്കുള്ള എന്തോ ആണെന്നുള്ളത് മനസ്സിലായി. ഗിഫ്റ്റ് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ്. ഇതിലെന്ന് പറയാനായിട്ട് ഒരു 2 സെറ്റ് 2 മാല ഉണ്ടായിരുന്നു, പിന്നെ 2 കിറ്റ്കാറ്റ്, പിന്നെ ഒരു ഡയറി മിൽക്ക്, പിന്നെ ഒരു ഗാലക്സി, പിന്നെ 2 റോസാപ്പൂ, പിന്നെ ക്യൂട്ടായിട്ടൊരു ഒരു ടെഡി ബിയർ പോലത്തെ ഒരു കുഞ്ഞൊരു അതിൻ്റെ ഒരു സ്റ്റിക്കർ പോലെ, പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഗാലക്സി ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് പെട്ടെന്ന് കഴിച്ച് തീർത്തു. പിന്നെ ഈ സാധനം ഇതെനിക്ക് ആക്ച്വലി എന്താണെന്ന് അറിയില്ലായിരുന്നു. ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലായി. ഇതെന്താ സാധനം എന്നുള്ളത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളെ. ആക്ച്വലി ഇതെനിക്ക് മനസ്സിലായില്ല അതെന്താ സാധനം എന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി എനിക്ക് എന്നിട്ട് എനിക്ക്
എനിക്ക് എന്നിട്ട് പറയാം ഞാനൊന്നും ഇനിയിപ്പോൾ നമ്മൾ മസാജ് ചെയ്യണ അങ്ങനത്തെ വല്ലതൊക്കെ ആയിരിക്കും ഞാൻ കരുതിയത്. ഇത് പക്ഷെ നമ്മൾ പീരീഡ്സ് ആകുമ്പോൾ വയറ്റിൽ വെക്കണതില്ലേ, അതാണ്. എനിക്കത് മനസ്സിലായില്ല ആക്ച്വലി ഇത് എന്തിനു ഉപയോഗിക്കണം, എന്തൊരു സാധനം. ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്കത് മനസ്സിലാവാണ്ടിരിക്കുന്നതാണ് എന്തിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ എൻ്റെ വെള്ളയും പുള്ളിയൊക്കെ തപ്പി തിരിയുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് മനസ്സിലായ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനത് കഴിഞ്ഞ് ചേച്ചിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ്, അവൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാവുന്നത്. ഇത് ഇന്ന സാധനമാണ്, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. കഴുത്തിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, പക്ഷെ കാര്യം എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഞാൻ കരുതി ഇനി നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്ങാനും ഉപയോഗിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളേ. പിന്നെ ഇതാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട് ഒരു കോട്ട് സെറ്റായിരുന്നു. നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. ഗിഫ്റ്റെല്ലാം എനിക്കിഷ്ടമായി. ഫ്രണ്ട്സ് തന്ന സർപ്രൈസും ചേച്ചി അനിയൻ തന്ന ഗിഫ്റ്റും എല്ലാം എനിക്കിഷ്ടമായി. പിന്നെ എനിക്ക് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ടും ഇതിന് ഭയങ്കര ഇറക്കമുള്ളതുകൊണ്ടും ഇറക്കം എനിക്ക് ഭയങ്കര മാച്ചിങ് ആയിപ്പോയി. വെട്ടിയടിക്കേണ്ട ഒരു അവസ്ഥയിലാണ്, കാരണം നല്ലോണം ഇറക്കമുണ്ട്, എനിക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ. പിന്നെ 2 റോസാപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. ഇത്രയേ ഉള്ളൂ, പെട്ടി കാലിയായി. ഇതാണ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് ബർത്ത്ഡേക്ക്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.